നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട പ്രദോഷമാകുന്നു. ഇന്നേ ദിവസം മഹാദേവന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്ന് ചേരുന്ന ദിവസം തന്നെയാണ്. അതിനാൽ ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നത് പോലും ഏറ്റവും ശുഭകരമാണ് എന്ന് കൂടി മനസ്സിലാക്കുക. എന്നാൽ ഇന്നേ ദിവസം ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ പരമശിവന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്ന് ചേരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജോലി തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. പ്രധാനമായും പരമശിവന്റെ കടാക്ഷത്താൽ ജോലിക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു സമയം തന്നെയാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ തന്നെ വന്ന് ഭവിക്കുവാൻ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ സാധിക്കും. അതിനാൽ തന്നെ ഈ സമയം ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്നു വരും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഈ സമയം ജോലി ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത് വിദേശത്താണ് എങ്കിൽ പോലും ശ്രമങ്ങൾ നടത്തിയാൽ വിജയിക്കുവാൻ സാധിക്കും. കൂടാതെ ജോലി മാറ്റം ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിനും അനുകൂലമായ സമയം തന്നെയാകുന്നു. പഠനവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നു എന്ന് തന്നെ പറയാം. ഈ സമയം ഭഗവാന്റെ കടാക്ഷത്താൽ ആരോഗ്യപരമായ പല നേട്ടങ്ങളും വന്നു ചേരാം. പല രോഗദുരിതങ്ങളും ജീവിതത്തിൽ നിന്നും അകന്നു പോകും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായും അശ്വതി നക്ഷത്രക്കാർക്ക് ഈ സമയം സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് പുറമെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാകുന്നു. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കടാക്ഷത്താൽ രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളും നിങ്ങൾക്ക് ശുഭകരമായി തന്നെ വന്ന് ഭവിക്കുന്ന ഒരു സമയം തന്നെയാകുന്നു. ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങളുടെ ഉള്ളിൽ പല കഴിവുകളുണ്ട് എങ്കിൽ പോലും ആ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംജാതമായി തീരും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ ഈ സമയം ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ കഴിവ് പ്രകാശിപ്പിക്കുന്നതിലൂടെ അതിനുള്ള അവസരം വന്നു ചേരുന്നതിലൂടെ ജീവിതം രക്ഷപ്പെടും എന്ന കാര്യവും ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ സമയം വളരെയധികം ലാഭം വർദ്ധിക്കുന്ന സമയം തന്നെയാകുന്നു. ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൈവരും എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. വീട് വാങ്ങാനോ അല്ലെങ്കിൽ വീട് മോടി പിടിപ്പിക്കുവാനോ നിങ്ങൾക്ക് സഹായകരമായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അഥവാ പണം നിങ്ങൾക്ക് ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ജീവിതത്തിൽ നിങ്ങൾക്ക് സഹോദരന്മാരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടോ തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആരോഗ്യം ഭഗവാന്റെ കടാക്ഷത്താൽ മെച്ചപ്പെടുന്ന അവസരങ്ങൾ കൂടി ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ കാർത്തിക നക്ഷത്രക്കാർക്കും അനുകൂലം തന്നെയാണ് ഈ സമയം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാകുന്നു. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹു 11 ഉള്ളതിനാൽ തന്നെ പല വഴികളിലൂടെയും നിങ്ങളുടെ കൈകളിലേക്ക് ധനം വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. പരമശിവന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ ഇരട്ടിയായി തന്നെ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടേ ഇരിക്കും എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കണ്ടകശനി നിങ്ങളുടെ ജീവിതത്തിൽ തുടരുന്നതിനാൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ പരമശിവനെ ആരാധിക്കുന്നതിലൂടെ തീർച്ചയായും ഈ ദോഷങ്ങൾ ഒഴിയുകയും നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരട്ടിയായി തന്നെ കടന്ന് വരികയും ചെയ്യും. കൂടാതെ നിങ്ങളുടെ പല പ്രശ്നങ്ങളും നേരെയാകും അഥവാ അത് പരിഹരിക്കപ്പെടും എന്ന കാര്യം ഓർക്കുക.
ഭഗവാന്റെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ഈ അവസരങ്ങളിൽ ഭാഗ്യം നിങ്ങൾക്ക് വളരെ അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വിനോദയാത്രകൾ, ആഡംബര വസ്തുക്കൾ എന്നിവ സ്വന്തമാക്കുവാനും യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കടന്ന് വരാവുന്നതാകുന്നു. ഈ സമയം ജീവിതത്തിൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. നേട്ടങ്ങൾ ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാകുന്നു. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാകുന്നു. ഈ സമയം നിങ്ങൾക്ക് പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനുള്ള അവസരമായി തന്നെ കരുതാവുന്നതാകുന്നു. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ ജോലി അന്വേഷിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ജോലി ജീവിതത്തിൽ ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. ഭാര്യ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ബന്ധം ഏറ്റവും മികച്ചതായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വാർത്തകൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു. കടബാധ്യതകളുണ്ട് എങ്കിൽ അത്തരം കടബാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനുള്ള അവസരങ്ങളും കടന്ന് വരുന്നതാകുന്നു. അത്തരം അവസരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കുക. കൈകളിലേക്ക് ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. രോഗാവസ്ഥയിൽ നിന്നും ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുന്ന അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു. തീർച്ചയായും പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. തീർച്ചയായും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സമയം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. പ്രധാനമായും ഭഗവാൻ നൽകുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരാടം നക്ഷത്രമാകുന്നു. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാകുന്നു. കാരണം നക്ഷത്രനാഥനായ ശുക്രൻ രാശിയിൽ തുടരുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് കാര്യസ്ഥിതി, ഭൗതിക നേട്ടങ്ങൾ എന്നിവ വന്നു ചേരും. എന്നാൽ സാക്ഷാൽ പരമശിവന്റെ കടാക്ഷം കൂടി നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതിനാൽ ഫലങ്ങൾ ഇരട്ടിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. കൂടാതെ പാരിതോഷികങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പല വസ്തുക്കൾ ലഭിക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതിനും ആദരവ് നേടിയെടുക്കുന്നതിനും സാധിക്കും എന്ന് തന്നെ പറയാം. ഭൂമിയുമായി ബന്ധപ്പെട്ട് ആദായം ലഭിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. സന്താനങ്ങളുടെ ദുഃഖവുമായി ബന്ധപ്പെട്ട് പരിഹാരങ്ങൾ ലഭിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ സന്താനങ്ങളുടെ ദുഃഖത്തിന് പരിഹാരം തന്നെ ലഭിക്കും എന്ന കാര്യം ഓർക്കുക. ഉദ്യോഗസ്ഥർക്ക് ജോലിയിലുള്ള തടസ്സങ്ങൾ അകലുന്നതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അവിട്ടം നക്ഷത്രമാകുന്നു. അവിട്ടം നക്ഷത്രക്കാർക്ക് പ്രധാനമായും ജന്മനക്ഷത്രനാഥനായ ചൊവ്വ ഉച്ചത്തിൽ വരുന്നതിന്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അവസരം തന്നെയാകുന്നു. എന്നാൽ സാക്ഷാൽ പരമശിവന്റെ കടാക്ഷം കൂടി നിങ്ങൾക്ക് ഉള്ളതിനാൽ ഇരട്ടിയായി തന്നെ ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. അതിനാൽ ആത്മധൈര്യം വർദ്ധിക്കുന്നതിനാൽ പോലും ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധൈര്യമായി തന്നെ മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എതിർപ്പുകൾ കുറയുന്ന അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ കുടുംബത്തോടൊപ്പം സമയം നിങ്ങൾക്ക് ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. എന്നാൽ യാത്രകൾ വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക. മനസ്സിന് സന്തോഷം പകരുന്ന പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ധനപരമായ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റുവാനുള്ള അവസരങ്ങൾ പോലും കടന്നു വരും. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നേടുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സാമ്പത്തികമായ നേട്ടങ്ങൾ നൽകുന്ന അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാകുന്നു. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ തന്നെ വന്നു ചേരും.